ഔ. ഇതെന്താ പാഴ്സൽ ആണെന്ന് തോന്നുന്നല്ലോ. അറിയില്ല ടീന, നോക്കട്ടെ. ടീന, ഇത് കണ്ടോ? ഏതോ ജിമിക്കുള്ള പാഴ്സലാണ്. ചിലപ്പോൾ അഡ്രസ് തെറ്റി വന്നതായിരിക്കും. ഗുഡ് മോർണിംഗ് ടോം. ഗുഡ് മോർണിംഗ് ടീന. ആഹാ, കൊള്ളാമല്ലോ. രാവിലെ തന്നെ ഗിഫ്റ്റ് കിട്ടിയോ? ഏയ്, ഇത് നമ്മുടെ അല്ല, ഏതോ ചിമിക്കു വന്ന പാഴ്സലാണ്. ടോം, നീ ആ പാഴ്സൽ തുറന്ന് നോക്ക്. എന്തിനാ? അല്ല, നല്ല ഗിഫ്റ്റ് വല്ലതുമാണെങ്കിൽ നമുക്കത് സ്വന്തമാക്കാമല്ലോ. സോനു, നീ എന്തായി പറയുന്നേ? ഇത് നമുക്കുള്ളതല്ല, അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് തുറക്കാൻ പോലും പാടില്ല. വലിപ്പം കണ്ടിട്ട് എന്തോ വലിയ സാധനമാണെന്ന് തോന്നുന്നു. അയ്യോ! അല്ല ടോം, ഇതെന്ത് ചെയ്യാനാ ഉദ്ദേശം? ടൗണിലുള്ള പാഴ്സൽ കമ്പനിക്ക് തിരിച്ചു കൊടുക്കണം ജിമ്മി. അതാണ് വേണ്ടത്. പക്ഷേ നമുക്കതിനു മുമ്പ് ഇത്തിരി കളിക്കാം. ആ, അത് നല്ല ഐഡിയ. ഓഹോ, അപ്പോ അതാണ് പ്ലാൻ. എന്തായിരിക്കും ആ പെട്ടിക്കുള്ളിൽ? അതറിഞ്ഞിട്ട് തന്നെ കാര്യം. എന്നെ സഹായിക്കാൻ റോക്കിക്ക് പറ്റും. എന്തായാലും അവനെ പോയി ഒന്ന് കാണാം. എന്താ ജോലി? ഞാൻ നല്ല ഉറക്കമായിരുന്നു. ഓ റോക്കി, നമുക്കൊരു പെട്ടി അടിച്ചു മാറ്റണം. പെട്ടിയോ? അതെ, പെട്ടി തന്നെ. ടോമിന്റെയും ടീനയുടെ കയ്യിൽ ഒരു പെട്ടിയുണ്ട്. അതെങ്ങനെയെങ്കിലും അടിച്ചു മാറ്റണം. എന്റെ ജോലി, നിനക്ക് എത്ര പെട്ടി വേണമെങ്കിലും ഞാൻ തരാം. അവരുടെ പെട്ടി അടിച്ചു മാറ്റിക്കൊണ്ട് നമ്മൾ പുലിവാലി പിടിക്കണം. ഇടം മണ്ടച്ചാരെ, അത് വെറും പെട്ടിയല്ല. ആ പെട്ടിക്കുള്ളിൽ എന്തോ ഒരു സംഭവം ഉണ്ട്. എന്ത് സംഭവം? അതറിയാനല്ലേ മണ്ടൂസേ നമ്മൾ ആ പെട്ടി അടിച്ചു മാറ്റുന്നത്. ഓഹോ, അപ്പോ സർപ്രൈസാ? അതെ, അത് തന്നെ. ശരി ജൂലി, ഞാൻ റെഡി. എന്താ നിന്റെ പ്ലാൻ? താങ്ക് യു, താങ്ക് യു, താങ്ക് യു. നമുക്കിത് പാഴ്സൽ ഓഫീസിൽ കൊടുത്തിട്ട് വരാം. ടീനെ, ഞാൻ വീണ്ടും പറയുക, നമുക്കിതിനകത്ത് എന്താണെന്ന് നോക്കിയിട്ട്. അയ്യോ സോനു, നിന്നോട് എത്ര തവണ പറയണം? ശരി, എന്നാ പോകാം.
ഏ ഇതാരാണപ്പാ? കണ്ടാൽ അറിയില്ലേ, ഒരപ്പൂപ്പൻ. അല്ല ഫ്രാൻ, നിന്റെ അപ്പൂപ്പൻ എന്താ ഇവിടെ? എന്റെ അപ്പൂപ്പനല്ല. പിന്നെ എന്റെ അപ്പൂപ്പനോ? ദൈവമേ, എനിക്ക് വയ്യ. സോനു, നിന്റെ അപ്പൂപ്പൻ എന്തായാലും ഇത്ര ഗ്ലാമർ കാണില്ല. ഗുഡ് ഈവനിങ് മക്കളെ. ഗുഡ് ഈവനിങ് അപ്പൂപ്പ. അപ്പൂപ്പൻ ഏതാ? ഇവിടെ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. മക്കളെ, ഞാനിവിടെ പുതിയതായിട്ട് താമസിക്കാൻ വന്നതാ. എന്റെ പേര് ജിംകി എന്നാ. ജിംകിയോ? അതെവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. എനിക്ക് ഈ ടൗണില് ഒരു പാഴ്സൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കത് കിട്ടിയില്ല. അതൊന്ന് അന്വേഷിക്കാൻ ഇറങ്ങിയതാ. അപ്പൂപ്പന്റെ പാഴ്സൽ ഞങ്ങളുടെ കയ്യിലുണ്ട്. നേരോ? അതെ അപ്പൂപ്പ, ഞങ്ങൾ ഇത് പാഴ്സൽ ഓഫീസിൽ കൊടുക്കാൻ പോകുകയായിരുന്നു. വളരെ നന്ദിയുണ്ട് മക്കളെ. എന്നാ അപ്പൂപ്പൻ പോട്ടെ. ശരി അപ്പൂപ്പ. എന്താ ഫ്രാൻ? അല്ല, അപ്പൂപ്പനെ കണ്ടപ്പോ എവിടെയോ ഒരു പരിചയം പോലെ. ആ ശരിയാ, എനിക്കും അങ്ങനെ തോന്നി. എന്തായാലും ആളെ കിട്ടിയല്ലോ. വെറുതെ ടൗൺ വരെ പോകേണ്ടിയും വന്നില്ല. അപ്പോ ഇനി നമുക്ക് കളിക്കാമല്ലേ? ബെറ്റി അല്ലേ അത്? അതെ. അവളുടെ കൂടെ ആരാ? ടോം, നിങ്ങൾ എവിടെയായിരുന്നു? ഹായ് ബെറ്റി, ഇതാരാ? ഇതെന്റെ കൂട്ടുകാരി ജിംകി. ഈ പേര് വീണ്ടും ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. ഇതെന്താ ഇപ്പോ ഈ നാട്ടിലെല്ലാവരും ജിംകയാണോ? അതിന് ആ പാഴ്സൽ ജിംകി അപ്പൂപ്പൻ കൊണ്ടുപോയല്ലോ. അയ്യോ ടോം, നിങ്ങളെ ആരോ പറ്റിച്ചതാണ്. ആ പാഴ്സൽ ഇവൾക്ക് വന്നതാണ്. ഇവളാണ് യഥാർത്ഥ ജിംകി. ശോ, ഇത് പ്രശ്നമായല്ലോ. അപ്പോ ആ അപ്പൂപ്പൻ ആരാ? ഇപ്പോഴാ സമാധാനമായത്. ആക്ടിങ്ങിൽ ഈ റോക്കിയെ തോൽപ്പിക്കാൻ ആവില്ല മക്കളെ, ആവില്ല. സമ്മതിച്ചിരിക്കുന്നു റോക്കി നിന്നെ. ഇനി നമുക്ക് വേഗം ഈ പാഴ്സൽ തുറന്നു നോക്കണം. എന്താ ജോലി? എന്താ അതിന്റെ ഉള്ളില്?
പിടിക്കണേ. അയ്യോ, കടിക്കരുത് കടിക്കരുത്. അപ്പോ കടിക്കണ്ടേ. അയ്യോ, അമ്മേ. അയ്യോ. ജിമിക്ക്, എന്തായിരുന്നു ആ പാഴ്സൽ? വല്ല വിലപിടിപ്പുള്ളതുമാണോ? എന്റെ പാവം കുഞ്ഞുവാവ ടിങ്കു. വാവയോ? അതെ, പാവം കുഞ്ഞുവാവ. അവനിപ്പോ എവിടെയാണാവോ? ഭയപ്പെടാതെ ജിമിക്ക്, നമുക്ക് അന്വേഷിക്കാം. ഒരു ഇൻവെസ്റ്റിഗേഷന് ഞാൻ തയ്യാറായി കഴിഞ്ഞു. അയ്യോ, ജൂലിയുടെ കരച്ചിലല്ലേ അത്? അതേലോ, ജൂലിക്ക് ഇതെന്തു പറ്റി? എന്നെ രക്ഷിക്ക്. അയ്യോ, എന്താ ജൂലി? ടിങ്കു, എന്റെ കുഞ്ഞേ, എന്റെ പാവം കുഞ്ഞ് ടിങ്കു, നിനക്ക് വല്ലതും പറ്റിയോ? പാവം കുഞ്ഞോ? ഇവനോ? എന്താ ജൂലി?
എടി ജൂലി, നിനക്കിത് തന്നെ കിട്ടണം. അപ്പൊ റോക്കി ആയിരുന്നോ ആ അപ്പൂപ്പൻ? അതെ, അവനും കിട്ടി കുറെ കടി. ജൂലി, നിനക്ക് കിട്ടിയത് നിന്റെ അത്യാഗ്രഹത്തിനുള്ള ശിക്ഷയാണ്. കൂട്ടുകാരെ, നമ്മൾ ഒരിക്കലും നമ്മൾക്കർഹതയില്ലാത്തതൊന്നും ആഗ്രഹിക്കരുത്. ആഗ്രഹിച്ചാൽ ഇതാവും അവസ്ഥ. അതേ കൂട്ടുകാരെ, സോനു പറഞ്ഞത് വളരെ ശരിയാ. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മവും ഈശ്വരനെ മുൻനിർത്തിയാവണം. അപ്പോൾ ആ കർമ്മം ദൈവത്തിന്റെ സ്നേഹമായി മാറും. Tuna.